നമസ്കാരം, ഞാൻ ഡോക്ടർ അമീന അസ്ലം, കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്, AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂർ. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 നമ്മൾ ലോക ലങ് ക്യാൻസർ ദിനമായി ആചരിക്കുന്നു. അതിനാൽ ഇന്ന് അതിനെ പറ്റിയിട്ട് കുറച്ച് ബോധവൽക്കരണ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസർ എല്ലാ അവയവങ്ങളിലെയും ക്യാൻസറുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നത്. അതിൽ തന്നെ ലോകത്തിൽ 3-ാം സ്ഥാനത്താണ് ശ്വാസകോശ അർബുദ ക്യാൻസർ. മറ്റു ക്യാൻസറുകളെ അപേക്ഷിച്ചിട്ട് മരണനിരക്ക് വളരെ കൂടുതലാണ് ശ്വാസകോശ അർബുദ ക്യാൻസറിന്. എന്തെന്നാൽ ഡിറ്റക്ഷൻ വളരെ വൈകുന്നത് കൊണ്ടായിരിക്കണം മരണനിരക്ക് വളരെ കൂടുന്നത്. ആദ്യമായി ശ്വാസകോശ അർബുദ ക്യാൻസർ കൊണ്ട് എന്തെല്ലാമാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് ശ്വാസകോശ അർബുദ ക്യാൻസർ സാധാരണയായി 80 മുതൽ 90% കോമൺ ആയിട്ട് കാണുന്ന കാരണം സ്മോക്കിംഗ് തന്നെയാണ്. സ്മോക്കിംഗ് 2 വിധമുണ്ട്. അതായത് ആക്റ്റീവ് സ്മോക്കിംഗ്, പിന്നീട് പാസീവ് സ്മോക്കിംഗ്. അതായത് ഒരു വ്യക്തി അവൻ പുക വലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഹാംഫുൾ എഫക്ട്സിനെ നമ്മൾ ആക്റ്റീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നു. പാസീവ് സ്മോക്കിംഗ് അഥവാ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവർ ശ്വസിക്കുന്ന ഹാനികരമായിട്ടുള്ള വായുവിൽ ഉണ്ടാകുന്ന അർബുദമുണ്ടാക്കുന്ന പ്രോഡക്ട്സ് നമ്മൾ ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന കാരണത്തിനെയാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത്. സ്മോക്ക് അഥവാ സിഗരറ്റ് സ്മോക്കിൽ മെയിനായിട്ടും ടൊബാക്കോ പ്രോഡക്ട്സ് ആണ് ഉൾപ്പെടുന്നത്. അതിൽ 1000-ലധികം കെമിക്കൽസ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങളുണ്ട്. അതിൽ കോമൺ ആയിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നത് നൈട്രോസമീൻ പോലുള്ള പദാർത്ഥങ്ങളാണ്. നിക്കോട്ടിൻ ആണ് അഡിക്ഷൻ ഉണ്ടാക്കുന്ന പദാർത്ഥം. 80 മുതൽ 90% കാരണം സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്നു. രണ്ടാമതായി നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് അന്തരീക്ഷ മലിനീകരണം. അതായത് ഡീസൽ ജനറേറ്റ് ചെയ്യുന്ന പുകവാഹിനികളായിട്ടുള്ള വാഹനങ്ങളിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നത് മൂലം, പിന്നീട് ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന പുക ശ്വസിക്കുന്നത് മൂലം, അതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ മൂലമുള്ള പുക ശ്വസിക്കുന്നതിനായി. പിന്നീട് കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ ചെയ്യുന്ന ഒക്യുപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി സംബന്ധമായിട്ട് മൈനിങ്, ക്വാറി റിലേറ്റഡ് ആയിട്ട് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകളിൽ ഹെവി മെറ്റൽ എക്സ്പോഷർ, അതായത് റെഡോൺ, കാഡ്മിയം, ബോറോൺ എന്നുള്ള മെറ്റൽസ് കൊണ്ടുള്ള ഹാംഫുൾ എഫക്ട്സ് വഴി ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ അർബുദം കണ്ടുവരുന്നു. വളരെ റെയറായി തന്നെ 2 മുതൽ 3% ആളുകളിൽ ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ട്, അതായത് പാരമ്പര്യമായി തന്നെ ലങ് ക്യാൻസർ കണ്ടുവരുന്നു. അതായത് കുടുംബത്തിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ ക്യാൻസർ കോസ് ചെയ്യുന്ന ജീൻ അവരിലുണ്ടായാൽ ക്യാൻസർ കണ്ടുവരാം. അഥവാ ഫെമിലിയൽ ക്യാൻസർ എന്നാണ് ഇതിന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ലങ് ക്യാൻസറിൻ്റെ സാധാരണയായി കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? വിട്ടുമാറാത്ത ചുമ, അതായത് നമ്മൾ ഇൻഫെക്ഷൻ പോലുള്ള കാരണങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ചുമ വിട്ടുമാറാതിരിക്കുക. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയ്ക്കുമ്പോൾ കഫത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക. അതായത് നമ്മൾ കോമൺ ആയിട്ട് നമ്മളിതിൽ ട്യൂബർക്ലോസിസ് പോലുള്ള അസുഖങ്ങൾ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ടും കഫത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലങ് ക്യാൻസറിനായിട്ടുള്ള സ്ക്രീനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് കാണുന്ന കോമൺ ആയിട്ടുള്ള രോഗലക്ഷണമാണ് നീണ്ടു നിൽക്കുന്ന കിതപ്പ്, പിന്നീട് നെഞ്ചുവേദന. പിന്നീട് ഇപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലാണ് ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിലും മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിച്ചിട്ട് ചിലപ്പോൾ ആദ്യം തന്നെ ഉള്ള പ്രസൻറ്റിങ് സിംറ്റം ആ മറ്റ് അവയവങ്ങളിൽ ബാധിക്കുന്നത് കൊണ്ടാകും. നാഡീ സംബന്ധമായിട്ടുള്ള വേദന, ബോൺ പെയിൻ, അതുപോലെ തന്നെ സോഡിയം കുറഞ്ഞു പോവുക, അങ്ങനെയുള്ള എൻഡോക്രൈൻ അബ്നോർമാലിറ്റീസിലൂടെയും ക്യാൻസർ ആദ്യമായി തന്നെ പ്രസൻറ്റേഷൻ വരാം. ഇനി ശ്വാസകോശ അർബുദ ലക്ഷണങ്ങളോടെ വരുന്ന ആളുകളിൽ നമ്മൾ രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ എന്തെല്ലാമാണ് ഉള്ളതെന്ന് വെച്ചാൽ, മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടി വരുന്ന രോഗികൾ നമ്മൾ ആദ്യമായി തന്നെ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുക. ചെസ്റ്റ് എക്സ്റേകളിൽ എന്തെങ്കിലും നമ്മൾ കലകൾ സംശയിക്കുന്നതായിട്ട് തെളിയുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ടുള്ള ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് CT സ്കാൻ, അതായത് CT സ്കാൻ നെഞ്ചിൻ്റെതും അതുപോലെ തന്നെ വയറിനോടുള്ളതും ചേർത്തെടുക്കുക. പിന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഹോൾ ബോഡി പെറ്റ് CT സ്കാൻ കൂടി ചെയ്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. പിന്നീട് നമുക്ക് CT സ്കാനിലെല്ലാം നമുക്ക് ശ്വാസകോശ അർബുദത്തിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേറ്ററി ഡയഗ്നോസിസ് വേണമെന്നുണ്ടെങ്കിൽ അത് പത്തോളജി ടെസ്റ്റിന് അയക്കേണ്ടതാണ്. അതായത് പുറമേ തന്നെ കുത്തിയെടുത്തിട്ട് ബയോപ്സി അല്ലെങ്കിൽ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ, സൈറ്റോളജി പോലുള്ള ടെസ്റ്റുകൾ വഴിയാണ് നമുക്ക് കൺഫർമേറ്ററി ആയിട്ട് അത് അർബുദം തന്നെയാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. ബയോപ്സി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലങ് ക്യാൻസറിനെ പത്തോളജിയുടെ ബേസിസിൽ മെയിനായിട്ടും 2 തരമായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഈ ഹിസ്റ്റോപത്തോളജിയുടെ ബേസിസിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റും നിശ്ചയിക്കുന്നത്. പൊതുവായി 2 തരത്തിലാണ് നമ്മൾ ലങ് ക്യാൻസറിനെ തരംതിരിക്കുന്നത്: നോൺ സ്മോൾ സെൽ ലങ് കാർസിനോമ അല്ലെങ്കിൽ സ്മോൾ സെൽ ലങ് കാർസിനോമ. സ്മോൾ സെൽ ലങ് കാർസിനോമ കൂടുതലായിട്ട് 99%
പുകവലിക്കുന്നവരിലാണ് കാണുന്നത്. വളരെ അഗ്രസീവായിട്ടുള്ള ട്യൂമറാണ്. വന്നു കഴിഞ്ഞാൽ വ്യാപന തോത് വളരെ കൂടുതലും മരുന്നുകളോട് റെസ്പോൺസ് വളരെ കുറവുമായിട്ടുള്ള ഒരു ട്യൂമറാണ് സ്മോൾ സെൽ ലങ് ക്യാൻസർ. നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ തന്നെ 2 വിധമുണ്ട്. അഡിനോ കാർസിനോമ എന്നും സ്ക്വാമസ് സെൽ കാർസിനോമ എന്നുള്ളത്. സ്ക്വാമസ് സെൽ കാർസിനോമ കോമൺ ആയിട്ടും പുകവലിക്കുന്നവരിലാണ് കാണുന്നത്. അതായത് 40 കഴിഞ്ഞ പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അത് സ്മോക്കിംഗ് പാക്കേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ട്യൂമർ കണ്ടുവരുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും പുകവലിക്കാത്തവരിലും സ്ത്രീകളിലും ശ്വാസകോശ അർബുദം കൂടുതലായി കണ്ടുവരുന്നു. അങ്ങനെയുള്ളവരിൽ കോമൺ ആയിട്ട് കാണുന്നത് അഡിനോ കാർസിനോമയാണ്. ഈ സ്ക്വാമസ് സെൽ കാർസിനോമ, അഡിനോ കാർസിനോമ എന്ന് പറയുന്നതിൽ സ്ക്വാമസ് സെൽ കാർസിനോമ ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ രോഗി ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. അതായത് ഈ ട്യൂമർ കൂടുതലായിട്ടും ശ്വാസനാളത്തിന് ചുറ്റിയിട്ട് സെൻട്രൽ ട്യൂമർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ രോഗി ലക്ഷണം പ്രകടിപ്പിക്കുകയും ഏർലി സ്റ്റേജിൽ തന്നെ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ അഡിനോ കാർസിനോമ പോലുള്ള വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ രോഗി അത് ലക്ഷണം പ്രകടിപ്പിക്കുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. അതായത് കുറച്ച് പെരിഫറിയിലുള്ള ട്യൂമർ ആയിരിക്കും. അപ്പോൾ ലങ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് തന്നെ അത് മറ്റ് അവയവങ്ങളിലേക്കും വ്യാപിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് രോഗി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിദഗ്ധ പരിശോധന, ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതും ഫർദറായിട്ടുള്ള CT സ്കാനിങ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ബ്രോങ്കോസ്കോപ്പി അല്ലെങ്കിൽ CT ഗൈഡഡ് ബയോപ്സി പോലുള്ള മോഡിഫൈഡ് ഇൻ്റർവെൻഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുവഴി നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ക്യാൻസർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലങ് ക്യാൻസർ പ്രൂവൺ ആയി കഴിഞ്ഞാൽ ഇനി അടുത്തതെന്ന് പറയുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത് പത്തോളജിയിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഏത് സ്റ്റേജിലാണ് ആ രോഗിയുള്ളതെന്നുള്ളതും. അതായത് സ്റ്റേജ് നമ്മൾ മെയിനായിട്ടും 4 സ്റ്റേജസ് ആണുള്ളത്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഏർലി സ്റ്റേജ് ആണ്. അതായത് ലങ് ക്യാൻസർ ശ്വാസനാളത്തിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ളത്. സ്റ്റേജ് 2 എന്ന് പറയുന്നതും സ്റ്റേജ് 3യും അഡ്വാൻസ്ഡ് ആണ്. അതിൽ സ്റ്റേജ് 4 തന്നെ മറ്റ് അവയവങ്ങളിൽ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ സ്റ്റേജ് 4 എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേജായ സ്റ്റേജ് 1-ൽ സർജറി ഫോളോഡ് ബൈ റേഡിയേഷൻ തെറാപ്പിയാണ് നിലവിലുള്ള ട്രീറ്റ്മെൻറ്റ്. അതിലിപ്പോൾ തന്നെ വളരെ നൂതനമായിട്ടുള്ള സ്റ്റീരിയോടാക്റ്റിക് ബോഡി റേഡിയോ തെറാപ്പി അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഹൈ ഡോസ് റേഡിയേഷൻ വളരെ പ്രിസൈസ് ആയിട്ട് ലങ്ങിൽ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ളൊരു റേഡിയേഷൻ രീതി ചെയ്യുന്നത്. സ്റ്റേജ് 2, സ്റ്റേജ് 3 അതായത് അഡ്വാൻസ് സ്റ്റേജസിൽ സർജറിയോടൊപ്പം തന്നെ സർജറിക്ക് മുൻപും പിൻപുമായി കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും ചെയ്തു വരുന്നുണ്ട്. സ്റ്റേജ് 4 അഡ്വാൻസ് സ്റ്റേജാണ്. അതിൽ പാലിയേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് രോഗിയുടെ ജനറൽ കണ്ടീഷൻ എല്ലാം നോക്കിയിട്ട് ഓങ്കോളജിസ്റ്റ് നിശ്ചയിക്കുന്നത്. എന്നാൽ മുൻ വർഷങ്ങളിൽ നിന്ന് നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ 2 തരത്തിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ. അതിൽ ഒന്നാമത്തത് ഇമ്മ്യൂണോ തെറാപ്പി. ഇപ്പോൾ 10 വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണിത്. ഇത് എല്ലാ രോഗികളിലും ചെയ്യാൻ പറ്റുന്നതല്ല. ചില ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ചില രോഗികളിൽ ഫലപ്രദമായി ടെസ്റ്റുകളുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോ തെറാപ്പി. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. എല്ലാ രോഗികൾക്കും അഫോർഡബിൾ ആവണമെന്നില്ല. പിന്നീടുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന മ്യൂട്ടേഷൻ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ടാർഗറ്റഡ് തെറാപ്പി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതായത് ഏത് മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ മ്യൂട്ടേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ടാബ്ലറ്റ് രൂപത്തിലുള്ള മരുന്നുകൾ ഇന്നിപ്പോൾ നമ്മൾ ലങ് ക്യാൻസർ അസുഖത്തിന് കൊടുത്തു വരുന്നു. അതായത് ഇപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പത്തോളജിയുടെ ബേസിസിൽ നമ്മൾ അഡിനോ കാർസിനോമയാണോ സ്ക്വാമസ് സെൽ കാർസിനോമയാണോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഫർദർ ആ ബയോപ്സി സാമ്പിൾ തന്നെ നമ്മൾ ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി സ്റ്റഡിക്ക് വിധേയമാക്കുന്നു. അതിൽ മ്യൂട്ടേഷൻ സ്റ്റഡി പോസിറ്റീവായിട്ട് കാണുന്നവരിൽ നമ്മൾ ഇങ്ങനെയുള്ള ടാർഗറ്റഡ് തെറാപ്പിയും കൊടുത്തു വരുന്നു. അത് വളരെ നല്ല റിസൾട്ടാണ് പേഷ്യൻസിൽ കണ്ടുവരുന്നത്. അത് എല്ലാവരിലും
അഫോർഡബിൾ ആണ് കമ്പയർഡ് ടു ഇമ്മ്യൂണോതെറാപ്പി അഫോർഡബിൾ ആണ് പേഷ്യൻസിൽ. അപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ 5 ഇയർ പ്രൊഗ്നോസിസ് റേറ്റ് ഒക്കെ വളരെ കുറവായിട്ടാണ് ലങ് ക്യാൻസറിന് നമ്മൾ സ്റ്റഡീസിൽ കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നൂതനമായിട്ടുള്ള ഈ ടാർഗറ്റഡ് തെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റിൽ നമ്മൾക്ക് ഒരുവിധം നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ഒരു സ്റ്റേജ് 4 ആദ്യം ട്യൂമർ കണ്ടെത്തിയാൽ പോലും കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത പേഷ്യൻസിന് ടാർഗറ്റഡ് തെറാപ്പി മൂലം നല്ല ഒരു റിസൊല്യൂഷൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലങ് ക്യാൻസർ ദിനത്തോടനുബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 40-നും 50-നും ഇടയ്ക്ക് പുക വലിച്ചവരിൽ, അതായത് നമ്മൾ പാക്കേഴ്സ് ഓഫ് സ്മോക്കിംഗ് വെച്ചിട്ടാണ് 20 പാക്കേഴ്സ് ഓഫ് സ്മോക്കിങ്ങിന് മേളിൽ പാക്കേഴ്സ് ഉള്ളവരിൽ അല്ലെങ്കിൽ നിലവിലും പുക വലിക്കുന്നവരിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ കൂടിയും സംശയാസ്പദമായിട്ടുള്ള ലക്ഷണങ്ങൾ കൂടി വരുന്നവരാണെങ്കിൽ കൂടിയും ഒരു ലോ ഡോസ് റേഡിയേഷൻ CT സ്കാനിങ് ചെയ്തു നോക്കണം. പാശ്ചാത്യ വെസ്റ്റേൺ കൺട്രീസിൽ അവിടെ എല്ലാ വർഷവും ഇത് ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ക്യാൻസർ ഡിറ്റക്ഷൻ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇതേപോലുള്ള ലോ ഡോസ് CT വെച്ചിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്യാൻസർ സസ്പീഷനായിട്ടുള്ള വ്യക്തികളിൽ ഫർദർ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുകയും ഏർലി സ്റ്റേജിൽ തന്നെ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ക്യാൻസർ വന്നു കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് ക്യാൻസർ വരാതെ നോക്കുന്നത്. അതിനായിട്ട് മേൽ പറഞ്ഞതുപോലെ കോമൺ ആയിട്ടുള്ള, അതായത് 80% ആളുകളിലും പുകവലിക്കുന്നവരിലാണ് കണ്ടുവരുന്നത്. അതിനാൽ വളരെ ഏർലി ആയിട്ട് തന്നെ നമ്മൾ പുകവലി ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുക. പിന്നീട് അതുപോലെ തന്നെ അഡ്വാൻസ് സ്റ്റേജായ സ്റ്റേജ് 4 ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ നമ്മുടെ ലങ് ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് മൂലം ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു അസുഖം തന്നെയാണ് ശ്വാസകോശാർബുദ ക്യാൻസർ.